ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹോണ്ട യൂണിക്കോണാണ്. എൻ്റെ ഹോണ്ട യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു 2011 മോഡലാണ്. പിന്നെ യൂണിക്കോണിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതിനകത്ത് പ്രകടമായ ചേഞ്ച് ഒന്നും 2004 ഇറങ്ങി 2008 ഒരു അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ആകെപ്പാടെ ഏറ്റവും പറഞ്ഞ ചേഞ്ച് അതിൻ്റെ ഫ്രണ്ടിലെ കൗള് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി. കാരണം മുമ്പത്തെ മോഡലിൽ കുറച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് സൈഡിൽ നിന്നൊക്കെ. അത് മാറ്റി നല്ല വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ഡിസ്ക് ബ്രേക്ക്, അങ്ങനത്തെ മൊത്തത്തിലുള്ള സെറ്റപ്പൊക്കെ പഴയ പോലെ തന്നെയാണ്. കണ്ടല്ലോ, ഇതിനകത്ത് വലിയ ഒരു മാറ്റമില്ല. കാരണം നമ്മുടെ 2004 ഇറങ്ങിയ ബൈക്കിൽ നിന്ന് അതേ ചേസിസ്, അതേ പ്ലാസ്റ്റിക്സ് എല്ലാം ചെറുതായിട്ട് ഹോണ്ട കാലങ്ങൾ മാറുന്നതനുസരിച്ചൊന്ന് റീഡിഫൈൻ ചെയ്തു എന്ന് മാത്രം. അത് മാത്രമേ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളൂ. പിന്നെ പ്രകടമായൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്, അല്ലെങ്കിൽ സീറ്റ്. ഈ സീറ്റും 2004 മോഡലാണ്. കാരണം എനിക്കിത് എടുത്ത് പറയേണ്ട കാരണം വെച്ചാൽ ഇത്രയും കംഫി ആയിട്ടുള്ളൊരു സീറ്റ് ഇപ്പോഴത്തെ ബൈക്കുകളിലൊന്നുമില്ല. എല്ലാം ഇതൊക്കെ കളഞ്ഞ് പുതിയ ഡിസൈനിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഹെഡ്ലൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ഹാലോജനാണ്. എനിക്ക് തോന്നുന്നു 2004 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയപ്പോഴും ഇതേ ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെയായിരുന്നു. ഹെഡ്ലൈറ്റിന് ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഡിസ്ക് ബ്രേക്ക് ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ ചെറിയ ഡിസ്ക് ബ്രേക്കാണ്, ഡിസ്ക് ആൻഡ് ഡ്രമ്മാണ്. ഡ്രം ബ്രേക്കിന് രണ്ടിനും ഒരു എഫിഷ്യൻസി ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഫസ്റ്റ് മോഡിലോട്ടുള്ള അതേ മോണോഷോക്ക്, സോഫ്റ്റ് ആൻഡ് ഹാർഡ് സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഈ രണ്ട് ഷോക്കും ഉണ്ടാക്കിയിരിക്കുന്ന MSL എന്ന് പറയുന്ന കമ്പനിയാണ്. മഞ്ചൽ ഷോവ ലിമിറ്റഡ്, അതായത് ഷോവയുടെ ഷോക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഓൾമോസ്റ്റ്. അതുകൊണ്ട് എത്ര ലക്ഷം വേണേലും ഒരു 50, 60, 70 കിലോമീറ്ററൊക്കെ ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഈ ഷോക്കിന് ലൈഫുണ്ട്. ഇപ്പോഴത്തെ പുതിയ ബൈക്ക് പോലെ പെട്ടെന്ന് പോകത്തില്ല. പിന്നെ മീറ്റർ കൺസോളിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പഴയ ടിപ്പിക്കൽ, എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടിയെ തന്നെ അതേ മീറ്റർ കൺസോളും എല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ യൂണിക്കോണും. ഒന്ന് ആലോചിച്ച് എത്ര വർഷമാണ് യൂണിക്കോൺ ഒറ്റയടിക്ക് ഒരു മാർക്കറ്റിൽ ഒരു മാറ്റമില്ല നിന്ന് പോയെന്ന്. പിന്നെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുക, മീറ്റർ ഓഫ് മാട്രിക്സ് എഞ്ചിൻ 149 cc ഒരു എഞ്ചിനാണ്. ഇതും പഴയൊരു എഞ്ചിനാണ്. CBF 150 എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് ബൈക്കിൽ നിന്നും കടം കൊണ്ട എഞ്ചിനാണ്. അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഈ എഞ്ചിനുണ്ട്. ഇത് ലോ ആൻഡ് ടോർക്ക് ആൻഡ് മിഡ് ആണ് ഈ എഞ്ചിന് പവർ വരുന്നത്. ഹൈ RPM പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടാവും. പിന്നെ ഇതൊരു അൺബാലൻസ്ഡ് എഞ്ചിനാണ്. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓടിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ, കാരണം ഒരു ഹോണ്ടയ്ക്ക് തന്നെ സ്വന്തമായിട്ട് അവർ ഇറക്കിയ പ്രോഡക്റ്റ് കൊല്ലാൻ പറ്റാതെ പോകുന്നൊരു അവസ്ഥയാണ് യൂണിക്കോണെ കാണാനുള്ളത്. കാരണം വെച്ചാൽ എനിക്ക് ഇതിന് മുമ്പത്തെ ട്രിഗറും ഉണ്ടായിരുന്നു, ഡാസ്ലറും ഉണ്ടായിരുന്നു. ഈ രണ്ട് ബൈക്കും ഞാൻ ഓടിച്ചിട്ടും ഈ ഒരു ഒറിജിനൽ യൂണിക്കോൺ അല്ലെങ്കിൽ വാനില യൂണിക്കോൺ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. എന്താന്ന് വെച്ചാൽ ഇതേ സെയിം ചാസിയിൽ നിന്നാണ് മറ്റേ ബൈക്കൊക്കെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പ്ലേസ്മെൻറ്റും അപ്രൈറ്റ് റൈഡിങ് പൊസിഷൻസും ഒട്ടും കമ്മിറ്റഡ് അല്ലാത്ത റൈഡിങ്ങും പിന്നെ ഭയങ്കര ന്യൂട്രൽ ഹാൻഡ്ലിങ്ങും ഒക്കെയാണ് ഈ ബൈക്കിനെ ഇത്രയ്ക്ക് സെറ്റപ്പ് ആക്കുന്നത്. പിന്നെ ഡാസ്ലറും ട്രിഗറിനേക്കാളും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ബൈക്കിൻ്റെയും ഷോക്ക് അബ്സോർബറിന് എന്തോ പ്രശ്നമുണ്ട്. ഡാസ്ലറിനും ട്രിഗറിൻ്റെയും രണ്ടും ഹോണ്ടയുടെ ഈ സെയിം ചാസിക്കകത്ത് തന്നെ ആണെങ്കിലും ഷോക്ക് അവർ ഹാൻഡ്ലിങ്ങിന് വേണ്ടി മാക്സിമം സ്റ്റിഫാക്കി വെച്ചേക്കുവാണ്. നമ്മൾ കട്ടറിലൊക്കെ വീഴുവാണെങ്കിൽ എൻ്റെ ഡാസ്ലറിനകത്തൊക്കെ പോയി അല്ലെ ട്രിഗറിനകത്തൊക്കെ പോയി കട്ടർ വീഴുവാണെങ്കിൽ നമ്മുടെ നടു ഒടിഞ്ഞത് എപ്പോൾ ഒടിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. കാരണം അത്രയ്ക്ക് സിമെൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് സസ്പെൻഷൻ ബാക്കിലത്തെ. ഇതിനാവക പ്രശ്നങ്ങളൊന്നും. ഇതൊക്കെ തന്നെ പെർഫെക്റ്റ് ട്യൂണിങ് എൻ്റെ സസ്പെൻഷനൊക്കെ. ഏതൊരു അൺഡിലൂഷൻ ഏത് റോഡിലുള്ള എന്ത് കട്ടർ വന്നാലും നല്ല ഫേം ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഈ സസ്പെൻഷൻ അത് ഹാൻഡിൽ ചെയ്യും. അതെനിക്ക് യൂണിക്കോണിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഹോണ്ട തന്നെ ഈ ഒറിജിനൽ യൂണിക്കോണിനെ കൊല്ലാനായിട്ട് ആദ്യമേ ഡാസ്ലർ ഇറക്കി. സെയിം എഞ്ചിൻ, കുറച്ചും കൂടി സ്പോർട്ടി ഔട്ട്ലുക്കൊക്കെ ആയിട്ട് ഡാസ്ലർ ഇറക്കി. അത് നാട്ടുകാർ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് അവർ ട്രിഗർ ഇറക്കി. പിന്നെ അടുത്ത മോഡൽ അതും പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് യൂണിക്കോൺ 160 എന്ന് പറഞ്ഞ സെയിം പേരില്ല. ഹോണ്ടയ്ക്ക് തോന്നി ഈ പേര് തന്നെയാണ് കാര്യം എന്നും പറഞ്ഞ് ഹോണ്ട തന്നെ യൂണിക്കോൺ 160 എന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെ സാധനം എടുത്തൊരു വൃത്തികെട്ട ലുക്കിൽ സാധനം ഇറക്കിയായിരുന്നു. ഇതുമായിട്ടൊന്നും 7 ലുക്ക് വരുന്നൊരു സാധനമല്ല യൂണിക്കോൺ 160. അതിനും പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബൈക്കുകളിലൊക്കെ യൂണിക്കോൺ 160 പോലും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷനൊന്നും ഇത്ര റിഫൈൻഡ് അല്ല, ഇത്രയും ട്യൂൺഡ്. നമ്മളൊരു പക്ക കട്ടുള്ള റോഡിലൊക്കെ പോയിട്ട് 160 ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റേതനുസരിച്ചുള്ള നല്ല പോണം ഈ കട്ടറൊക്കെ നമ്മൾ വണ്ടി പോകുന്ന അറിയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ട്യൂണിങ്. ഇപ്പോഴത്തെ ന്യൂജൻ മോഡലാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ സസ്പെൻഷൻ ട്യൂണിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഒരിക്കലും ഒരു സ്പോർട്ടി സ്റ്റാൻഡ്സ് ഒന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. അത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കൊണ്ടുപോയിട്ടുമുണ്ട്. സോ
നമുക്ക് യൂണിക്കോണിൻ്റെ ബാക്കി കാര്യങ്ങളോട് സംസാരിക്കാം. ഇതിപ്പോൾ നല്ലൊരു നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത്. സോ കൈക്കൊക്കെ നല്ല ചൂടടിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂണിക്കോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ബൈക്കിന് എല്ലാവരും പറയുന്ന പോലെ പോസിറ്റീവ് മാത്രമല്ല, നമ്മൾ ഒരിക്കലും പോസിറ്റീവ് മാത്രം ഞാൻ സംസാരിക്കത്തില്ല, നെഗറ്റീവും ഉണ്ട്. ഈ യൂണിക്കോൺ 150 149cc ഈ എഞ്ചിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ് ഇതിന് വൈബ്രേഷൻസ് ഉണ്ട്. നിങ്ങൾ പറയുന്ന പോലെ 60 കിലോമീറ്റേഴ്സ് അല്ല 70 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ല വൈബ്രേഷൻസ് കയ്യിലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഞാൻ ബുള്ളറ്റിൻ്റെ റിവ്യൂവിലൊക്കെ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എഞ്ചിന് കൗണ്ടർ ബാലൻസർ വേണമെന്ന്. ഈ കൗണ്ടർ ബാലൻസിൻ്റെ അഭാവമാണ് നമ്മുടെ ഈ എഞ്ചിനകത്തും പ്രകടമായി കാണുന്നത്. ചെറിയ പിസ്റ്റൺ ആയതുകൊണ്ട് ഇതിന് ഒരുമാതിരിപ്പെട്ട വൈബ്രേഷൻസ് ഒക്കെ കമ്പനി നല്ലോണം ഡാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മേലോട്ട് പോകുമ്പോഴുള്ള വൈബ്രേഷൻസ്, പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻസ് നമ്മുടെ കയ്യിൽ വരും. പ്ലസ് ഇതൊരു ഓഫ് റോഡ് CBF 150 എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. സോ ഇതൊരു ഓഫ് റോഡായിട്ട് ഉള്ളൊരു എഞ്ചിനാണ്. ബേസിക് നേച്ചർ വൈസ് ഓഫ് റോഡാണ്. സോ ഇതിന് ലോ ആൻഡ് ടോർക്കും മിഡ് റേഞ്ചും ആണ് ഇതിന് പവർ വരുന്നത്. ടോപ്പിലോട്ട് ഈ വണ്ടി ഭയങ്കര തരിപ്പായിരിക്കും, കയറത്തുമില്ല. കയറുമെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ വണ്ടി സ്ട്രെസ് ചെയ്ത് എഞ്ചിൻ സ്ട്രെസ് ആവുമ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. ഈ സ്മൂത്ത്നെസ് ഒക്കെ അങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങളൊരു 60-70 കിലോമീറ്റർ വരെ ഇതിനകത്ത് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ പറ്റത്തുള്ളൂ. അത്ര ഈ എഞ്ചിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അല്ല, ഞാൻ നേരത്തെ എൻ്റെ റിവ്യൂ പറഞ്ഞത് GS150 സുസുക്കിയുടെ അതൊക്കെ പെർഫെക്റ്റ് കൗണ്ടർ ബാലൻസ് ചെയ്തൊരു എഞ്ചിനാണ്. ആ ഒരു സെറ്റപ്പ് ഒന്നും ഈ എഞ്ചിനില്ല. ഇതൊരു ഓഫ് റോഡ് എഞ്ചിൻ്റെ ക്യാരക്ടറാണ്, പ്ലസ് അൺബാലൻസ്ഡ് ആണ്. അത് രണ്ടും ഞാൻ എന്തായാലും എടുത്ത് പറയുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജാണ്. മൈലേജ് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് തരുന്നൊരു 150cc വേറെ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതിന് മുമ്പുള്ള ട്രിഗർ ആയാലും ഡാസ്ലർ ആയാലും എല്ലാം ഈ ഒരു കൺസിസ്റ്റൻറ്റ് മൈലേജ് തരത്തില്ല. നമുക്കിത് ടൗണിൽ നമ്മൾ ട്രാഫിക്കിൽ കൊണ്ടുപോയാൽ പോലും ഒരു 49 to 50 മൈലേജ് എന്തായാലും കിട്ടും. എനിക്ക് ഏറ്റവും കുറഞ്ഞ മൈലേജ് കിട്ടിയിരിക്കുന്നത് 49 ട്രാഫിക്കിലാണ് കേട്ടോ. നമ്മൾ നല്ല റോഡിൽ കൂടെ പോകുന്ന 55 to 60 എന്തായാലും ഒരു മിക്സഡ് അല്ലെങ്കിൽ കുറച്ച് ട്രാഫിക്കും കുറച്ച് ഹൈവേയും കൂടെ ചേർന്ന രീതി ഓടിക്കുവാണെങ്കിൽ 60-നടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൈലേജ്, അതിനകത്തൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ എൻജിൻ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ബൈക്ക് ഇത്രയ്ക്ക് ആൾക്കാരുടെ ഹൃദയത്തോട് ചേർന്ന് പോയത്. പിന്നീട് ഇതിൻ്റെ ലുക്കാണ് ഒരു ക്ലാസ് ലുക്ക്. അതായത് നമ്മൾ ഇപ്പം വയസ്സായവർ കൊണ്ടുവന്നാലും ആരും കളിയാക്കി കുറ്റം പറയുക ചെയ്യത്തില്ല. ഇനി ഈ സെയിം ഒരു കോളേജിൽ പോകുന്ന പയ്യന് യൂണിക്കോൺ എടുത്താലും ആരും അതിനകത്തൊരു കുറ്റവും പറയത്തില്ല. കാരണം ഈ ബൈക്കിന് ഹേറ്റേഴ്സ് ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ ബൈക്കിന് ഈ സ്റ്റൈലിനൊന്നും ആർക്കും ഒരു കുറ്റവും ഇല്ല. എല്ലാവർക്കും ഇഷ്ടം മാത്രമുള്ളൊരു ഡിസൈനാണിത്. ഇതിന് മുമ്പ് ഇതുപോലത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു, ഹീറോ ഹോണ്ടയുടെ കരിസ്മ R ഒറിജിനൽ. അതും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ബൈക്കായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ബൈക്കിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഹോണ്ടയുടെ തന്നെ സ്പ്ലെൻഡർ, അതും എല്ലാവർക്കും ഇഷ്ടം. എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ ഒന്നും ഒരു ഫിനസ് മാറത്തില്ല. അതേ സെയിം കാര്യമാണ് എനിക്ക് ഈ യൂണിക്കോൺ, ഒറിജിനൽ യൂണിക്കോൺ അത് പറയാനുള്ളത്. സംഭവം എന്തായാലും നമുക്ക് എത്തേണ്ടിടത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ യൂണിക്കോണിനെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇത്രയും വർഷം നിന്നിട്ടും ഇപ്പോഴും ഹോണ്ടയ്ക്ക് ഇതിന് പറ്റിയൊരു ആൾട്ടർനേറ്റീവ് വെഹിക്കിളിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് നമ്മൾ ആൾക്കാർക്ക് ഇതിനകത്തുള്ളൊരു കമ്മിറ്റ്മെൻറ്റും പിന്നെ റിലയബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷനൊക്കെ MSLൻ്റെ സസ്പെൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മഞ്ചൽ ഷോവ ലിമിറ്റഡിൻ്റെ സസ്പെൻഷനാണ് ഇതിനകത്ത് ഈ മോഡലിനകത്തൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു 60-70-80,000 കിലോമീറ്റർ ഓടിയാലേ എന്തെങ്കിലും സസ്പെൻഷൻ വരത്തുള്ളൂ. പിന്നെ വയറിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഒന്നും ചിന്തിക്കുക പോലും വേണ്ട. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബൈക്കാണെങ്കിൽ അതൊന്നും വരത്തേ ഇല്ല. പിന്നെ ആകപ്പാടെ കമ്പയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അകത്തൊരു മെഷ് ഫിൽറ്റർ ഉണ്ട്, റോട്ടർ ഫിൽറ്റർ എന്ന് പറയും. അതൊരു 10-30,000 കിലോമീറ്റർ ആകുമ്പോൾ എഞ്ചിൻ അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എഞ്ചിൻ പണി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ കൂടുതലും യൂണിക്കോണിനകത്ത് കണ്ടിരിക്കുന്ന കമ്പയർ ചെയ്യുന്നത് എഞ്ചിൻ പണിയാണ്. പെട്ടെന്ന് പുക വരാനുള്ള ചാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ദിസ് ബൈക്ക് ഈസ് അൺഡിസ്ട്രക്റ്റബിൾ. താങ്ക് യു.